ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫ്രം എൻ്റെ മമ്മയുടെ പുതിയതിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, കൂടാതെ എനിക്കൊരു സർപ്രൈസും കൂടിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരു വൺ വീക്ക് ട്രിപ്പായിട്ട് UAEക്ക് പോവാണ്, യുണൈറ്റഡ് അറേബ്യൻ എമിറേറ്റ്സ്. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. എന്നിട്ട് അവിടെ നിന്നായിരിക്കും ഞങ്ങളുടെ സർപ്രൈസ്. ഇത് അവിടെ നിന്നായിരിക്കും. അപ്പോൾ ഏത് വ്ളോഗൊക്കെ അവിടെ നിന്നായിരിക്കും. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ പോകുന്ന എൻ്റെ കസിൻ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരിക്കും ഞങ്ങൾ സ്റ്റേജിങ് ഒക്കെ. അപ്പോൾ ഞങ്ങളെല്ലാവർക്കും ഇപ്പോൾ പാക്ക് ചെയ്ത് ബാഗൊക്കെ കുറേ ഉണ്ട്. കുറച്ച് ബാഗ് ഇപ്പോൾ താഴെ കൊണ്ടുപോയിട്ടുണ്ട്, കുറച്ച് ബാഗ് ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് അടുത്ത് വണ്ടിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, ഓൺ ദ വേ ആണ്. അപ്പോൾ ഇനി പോയിട്ട് എൻ്റെ അങ്കിളിനെ പിക്ക് ചെയ്യും. എൻ്റെ അങ്കിളാണ് ഞങ്ങളെ എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുക. കാറൊക്കെ ഞങ്ങളങ്ങനെ എൻ്റെ അങ്കിളുടെ കയ്യിലായിരിക്കും. ഫൈമ, അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? എയർപോർട്ടിലെത്തി. ഏത് എയർപോർട്ട്? ഹമദ് എയർപോർട്ട്. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ എയർപോർട്ടിലേക്ക് എപ്പോഴാണ് പോവുക? നാട്ടിൽ പോകുമ്പോഴാണ് അല്ലേ? പക്ഷെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു കൺട്രിക്ക് പോവുകയാണ് അല്ലേ, മറ്റൊരു കൺട്രിക്ക്. അപ്പോൾ ഞങ്ങൾ UAEക്ക് പോകാൻ വേണ്ടിയിട്ടാ എയർപോർട്ടിലെത്തി. ഇതാണ് ഹമദ് എയർപോർട്ട്. ഖത്തറിലെ ആകെ ഒരേ ഒരു എയർപോർട്ടേ ഉള്ളൂ, അതാണ് ഹമദ് എയർപോർട്ട്. നമ്മൾ ഉള്ളിൽ കയറി. അപ്പോൾ ഇതാണ് വശം നമ്മൾ കാണിച്ചത്. അപ്പോൾ ഇതാണ് എയർപോർട്ടിൻ്റെ വശം. നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല ക്ലീനുമാണ്. പിന്നെ ഇത് ഈ എയർപോർട്ടിൽ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഇത് സത്യം പറയാൻ ഒരു ബിൽഡ് ചെയ്തിട്ടാണ്, ഒരു ടെടിയല്ല. പിന്നെ റമദാൻ ഡെക്കറേഷൻസൊക്കെയാണ്. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മോളിക്കൂടെ മെട്രോ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഒരു കാറൊക്കെയാണ്, ഖത്തർ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ. പിന്നെ ഇതാണ് അവിടുത്തെ ഗാർഡൻ. ഇപ്പോൾ കറൻ്റ്ലി മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഗാർഡൻ. ഇത് ഓർച്ചിഡ് എന്നാണ് അവിടെ അറിയപ്പെടുന്ന. അപ്പോൾ ഞങ്ങൾ അതുവഴിയാണ് പോയത്. ഉള്ളിൽ കയറാൻ ഞങ്ങൾക്ക് സമയം കിട്ടില്ല, പക്ഷേ കാരണം ഞങ്ങൾ ബോർഡ് ചെയ്യാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഖത്തർ എയർപോർട്ട്? നല്ല രസമുണ്ട്. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇപ്പോൾ ബോർഡ് ചെയ്യും. ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് ഞങ്ങൾ ഗേറ്റാണ് C25. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറും. ഫ്ലൈറ്റിൽ എത്താൻ ഒരു ടൂർ കാണിച്ചു തരാം. എൻ്റെ കസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർക്ക് സർപ്രൈസാണ്. അപ്പോൾ അവരിപ്പോൾ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പുറത്താണ് വരയ്ക്കണത്. സർപ്രൈസാണ്. അവൾ എന്താ റിപ്ലൈ ചെയ്താൽ നോക്കുക. സാർ കണ്ടിക്കുന്ന റിപ്ലൈ ചെയ്താൽ ഓക്കെ, അത്രേ ഉള്ളൂ. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ഈ ഒരു വേയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇനി ഇങ്ങനെ പോയിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളും എക്സൈറ്റഡ് ആണോ ഞങ്ങളെ പോലെ? അപ്പോൾ ഞങ്ങളിപ്പോൾ ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഞങ്ങളെ വെൽക്കം ചെയ്യാണ്. ഫ്ലൈറ്റിൻ്റെ ഉൾവശം ഇതാണ്. ഞങ്ങളിപ്പോൾ പാസ്പോർട്ടൊക്കെ കൊടുത്തിട്ട് ചെക്ക് ഇൻ ചെയ്യാണ്. ഖത്തർ എയർവേസിൽ ആക്ച്വലി ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യണം. നല്ല രസമുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല വലിയ പ്ലെയിനുമാണ്. അങ്ങനെ ഞങ്ങളിത് ഉള്ളിൽ കയറി ഞങ്ങൾ സീറ്റ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. അങ്ങനെ നോക്കി ഞങ്ങൾ സീറ്റ് കിട്ടി. ഇതാണ് ഞങ്ങളുടെ സീറ്റ്. ഫ്രണ്ട് റോയിലാണ് ഞങ്ങളുടെ സീറ്റ്. അപ്പോൾ ഫൈമാക്കും ഐമാക്കും അതിൽ നിന്ന് ഒരു ചെറിയ ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഐമ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 1 hour ട്രാവലിന് ശേഷം ഫൈനലി UAEയിൽ എത്തിക്കഴിഞ്ഞു. ഇത് നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഇത് ദുബായ് എയർപോർട്ടാണ് അല്ലേ? അങ്ങനെ ദുബായ് എയർപോർട്ടിൽ നമ്മൾ കുറേ നടക്കാനുണ്ടായിരുന്നു, മെട്രോയിൽ പോകാനുണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ കുറേ നടന്നു. ഇമിഗ്രേഷനിലൊക്കെ കുറേ സമയം നിൽക്കേണ്ടി വന്നു. പിന്നെ നമ്മുടെ അയിമ കരച്ചിൽ തുടങ്ങി. അപ്പോൾ അവളെയൊക്കെ ഒന്ന് ഫ്രഷാക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജൊക്കെ എടുത്ത് പുറത്ത് വരാൻ വേണ്ടി നിൽക്കുകയാണ്. കുറേ നടക്കാനുണ്ടായിരുന്നു. അതിൻ്റേതായ ഒരു സമയത്തിൻ്റെ കുറച്ച് ലേറ്റായി പോയി. നമ്മൾ കണ്ട ഇമിഗ്രേഷനിലൊക്കെ ഒരുപാട് പേര്, നല്ല റഷായിരുന്നു. പുറത്തിറങ്ങാൻ കുറച്ച് ലേറ്റായി പോയി. സർപ്രൈസ് ഒക്കെ ആകുമോന്നും അറിയില്ല, എന്തായാലും നോക്കില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9:30 ഒക്കെ ആകുമ്പോൾ പുറത്തിറങ്ങേണ്ടതാണ്. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴേക്കും 11 o'clock കഴിഞ്ഞു. ഇനി അവരോട് നമ്മൾ പറഞ്ഞിട്ടൊന്നുമില്ല. അഡ്രസ്സൊക്കെ നമ്മൾ നൈസായിട്ട് മോൾ എക്സാമിന് ലെറ്റർ എഴുതാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ അഡ്രസ്സ് അനുസരിച്ചിട്ട് അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഏത് സ്ഥലത്താണിത്? ഷാർജയിലെത്തി. നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണല്ലേ? ഭയങ്കര തിരക്കൊക്കെ ആയിട്ടുള്ള ഫൈമ. നല്ല ക്രൗഡഡൊക്കെയാണ്. ക്രൗഡഡ് ആണ്. ഖത്തറിൽ ഇതുപോലെ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയില്ലേ? എന്തായാലും നമുക്ക് അഡ്രസ്സ് പോലെ കിട്ടുമോ? ചിലപ്പോൾ ഉണ്ടാവും, നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ റൂമിൻ്റെ ഡോറിൽ മുട്ടി. നമുക്ക് തന്നെയാണ് ഒരു ഉറപ്പാണ്. ഡൗട്ട് ഉണ്ടായിരുന്നു. വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ ഉണ്ടാവുക? അടി കിട്ടുമോ? ഇത് നോക്കല്ലേ. ഇതാണ് നമ്മുടെ ഋതു. അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ് ആയിട്ടോ അവരല്ലേ? ആ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഈ വോയിസിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവർ എത്രത്തോളം അവരുടെ റിയാക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ? അപ്പോൾ ശരിക്കും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഭയങ്കര സർപ്രൈസായി പോയി. ഇനി എന്തായാലും നമുക്ക് ഈ റിതയുടെ ഉപ്പയും കൂടെ വരാനുണ്ട്. അപ്പം എന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മൂത്താപ്പ വരുവാണ്. മൂത്താപ്പനെ ഞങ്ങൾ ഓൾറെഡി കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളെ കണ്ടില്ല. അപ്പോൾ ഞങ്ങളെ കണ്ടിട്ട് പറഞ്ഞ പോലെ മൂത്താപ്പ നല്ല സർപ്രൈസ്ഡായി. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, ആരോടും പറയാതെയാണ് വന്നത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ജേർണി സക്സസ് ആയോ? ഫുൾ സർപ്രൈസ് ആയല്ലോ എല്ലാവരും. അവരുടെ റിയാക്ഷൻ ഒക്കെ ശരിക്കും കാണണമായിരുന്നു അല്ലേ? അപ്പൊ എന്തായാലും ഇനി നമുക്ക് UAE വ്ളോഗ്സ് ഒക്കെ ഇടാം അല്ലേ? അപ്പോൾ എല്ലാവരും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക. സപ്പോർട്ട് ചെയ്യണോ? സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.